അപ്പൊ നമ്മുടെ ഐഫോണിന്റെ പുതിയൊരു ബാച്ച് കൂടെ ഇവിടെ ഫിനിഷ് ചെയ്ത് ഇന്ന് ഇറങ്ങാം. അപ്പൊ സാധാരണ ഫീഡ്ബാക്ക് ഇവരോട് ചോദിക്കാൻ ഞാൻ ചോദിക്കുന്നവര് മറുപടി ഒരു 4 രീതിയിൽ വ്യത്യസ്തമായിട്ട് നമുക്കെന്ത് ഇവർക്ക് തന്നെ വിട്ടു കൊടുക്കാം. മൊത്തമായിട്ട് എന്തൊക്കെയാണ് ഇവരുടെ എക്സ്പീരിയൻസ് അല്ലേ? ഓക്കെ, നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ എന്ത് ഉദ്ദേശിക്കും ഇവിടെ എത്തിയിട്ടുണ്ട്, നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ? ഈ ഒരു 20 ദിവസം കഴിഞ്ഞ് 20ാമത്തെ ദിവസമാണ് അല്ലേ? ഇപ്പൊ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഫീൽ? ചെയ്യാനുള്ള കോൺഫിഡൻസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് പിന്നെ സാധനമാരും പറഞ്ഞായിരുന്നു എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തിട്ട് പോകണം. പിന്നെ ചോദിക്കാൻ പഠിക്കേണ്ട ആവശ്യമില്ല, കമ്മിയായിട്ടുള്ള സാറാണ്. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയത്, പിന്നെ പഠിപ്പിക്കുന്ന രീതിയാണ് എല്ലാം. നമ്മള് പുറത്തിറങ്ങുമ്പോ എന്തായാലും ടെക്നിക്കായിട്ട് പുറത്തിറങ്ങും. ഞങ്ങള് വരുമ്പോ തന്നെ ഇത്ര കോൺഫിഡൻസിലല്ല വന്നത്, 15 ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു സെറ്റിലല്ല വന്നത്. ആ വന്ന് ഞങ്ങൾക്ക് പറഞ്ഞു വന്നത് ചെയ്തിട്ട് ഫുൾ ഓക്കെ ആക്കിയിട്ട് ഫുൾ പറഞ്ഞു. നല്ല ഞങ്ങളെല്ലാം ചെയ്തു, ഒക്കെ ഓക്കെ. ഞങ്ങള് വരുമ്പോ വലിയ സെറ്റായിട്ടൊന്നും അല്ല വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇത്ര സെറ്റൊന്നും ചെയ്യാൻ പറ്റും, സക്സസ് ആവുന്നുള്ളൊരു ഇതിലല്ല വന്നത്. വന്ന് ഇവിടെ എത്തിയിട്ടും ഉണ്ടായിരുന്നില്ല. അതിങ്ങനെ ചെയ്തിട്ടുള്ളതെന്നല്ല, ഐഫോണിന്റെ പരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഇപ്പോഴും കൂടുതലായി കിട്ടിയത്. പിന്നെ സാറ് പറഞ്ഞു നമ്മളെല്ലാവരും ഇവിടെ നിന്ന് സെറ്റ് ചെയ്തിട്ട് കൂടുതൽ ഓക്കെ ആയിട്ട് കൂടുതൽ പറഞ്ഞു. നല്ല എല്ലാവരും ചെയ്തു, എല്ലാവരും സക്സസ് ആയി. അതായത് നമ്മൾ നിങ്ങൾ എൻക്വയറി നടത്തുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 മുതൽ ഒരു 15 Pro വരെ വരുന്ന ഒരു ഡിഫറൻസ് സീരീസ്, 6 സീരീസ് വർക്കിംഗ് ബോർഡുകൾ തരുന്നു. ഇപ്പൊ 15 Proന്റെ ബോർഡ് എന്ന് കേട്ടപ്പോ നിങ്ങൾക്ക് 15 Pro കിട്ടുമെങ്കിൽ പിന്നെ കിട്ടുമെന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു ഇല്ലേ? ആ ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ആയോ? ഡൗട്ട്സ് ക്ലിയർ ആയെന്ന് മാത്രമല്ല അത് ചെയ്ത് ഓക്കെ ആവുകയും ചെയ്തു അല്ലേ? പിന്നെ വേറെ ഡൗട്ട്സ് അതൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോ ക്ലാസ് തുടങ്ങിയിട്ട് ആദ്യം ഞങ്ങൾക്ക് തന്ന സെറ്റ് എന്ന് പറയുമ്പോ 6 അങ്ങനെ സ്റ്റേജ് ആയിട്ടാണല്ലോ തന്നത്. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഞങ്ങൾ ചെയ്യും, സാറ് പറയുന്നത് ഞങ്ങൾ എല്ലാം മനസ്സിലാക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, എന്നാലും ഞങ്ങൾക്ക് അത് ശരിയാക്കി എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിന് പറ്റുമോ എന്നുവെച്ചാൽ. ഇത് അവസാനം ഫൈനലി ഞങ്ങൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുക, കാരണം ഒരു പകുതിയായി, ഏകദേശം പകുതിയാകുമ്പോൾ സാർ ഇതൊരു എന്താ പറയുക ഒരു സിസ്റ്റത്തിലാണ് ഇത് കൊണ്ടു നടക്കുന്നത്. ഇതിനൊരു സിസ്റ്റം ഉണ്ട് സാറിന്റെ കയ്യിൽ, ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അത് അതുവഴി കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ അവസാനം ഈ എന്താ പറയുക 20ാമത്തെ ദിവസം ആകുമ്പോൾ ഞങ്ങൾ സെറ്റാണ്. കാരണം ഇത് ആദ്യം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതിങ്ങനെ സെറ്റ് ആയിക്കൊണ്ട് വന്നു അവസാനം 15 Pro നമ്മളിങ്ങനെ ചെയ്യുമ്പോഴും അതിന് മുമ്പുള്ള 13 ആണെങ്കിലും 12 ആണെങ്കിലും ഓരോന്നിങ്ങനെ മെച്ചപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുവരാം. അപ്പൊ ഞങ്ങൾക്ക് ആദ്യമൊക്കെ ഡൗട്ട് ഒരു പകുതി വരെയൊക്കെ ഇങ്ങനെ ഡൗട്ട് ഉണ്ടാവും, എന്ത് ചെയ്യാൻ പറ്റുമോ, ഞങ്ങളെ കൊണ്ട് പറ്റുമോ, ഞങ്ങൾക്ക് അറിയില്ല, ഞാൻ മാത്രമാണ് ഇങ്ങനെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല ഡൗട്ട്സും 20ാമത്തെ ദിവസം ആകുമ്പോൾ മാക്സിമം ക്ലിയർ ആണ്. പിന്നെ 20 ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നുള്ളത് വേണ്ട മൊബൈലിന്റെ ഡൗട്ട് ഉണ്ടായിരുന്നു. 20 ക്ലാസ് മതിയാവും കഴിയുന്നു. പക്ഷെ A to Z മൊത്തം എല്ലാ കാര്യങ്ങളും എല്ലാ ബുക്കും എല്ലാ പാർട്ടി ക്ലിയർ ആക്കി ചെയ്ത് പക്ക ക്ലിയർ ആക്കി 20 ദിവസം മതി. നിങ്ങളാണ് ഓഫീസിൽ വന്ന് ചോദിച്ചത് സാറിന് ഡയറക്റ്റ് വന്ന ആളാണ്. ഞാൻ 20 ദിവസം, ഞാൻ പറഞ്ഞ 20 ദിവസം കൊണ്ട് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അടുത്ത കാര്യം എനിക്കറിയാം. ഇനിയിപ്പോ എനിക്ക് ഇനി മുമ്പോട്ടേക്ക് ക്ലാസ്സിലിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പോഴുള്ള ഈ ഒരു നമ്മുടെ ഇപ്പോഴുള്ള ഒരു ഇതിലോട്ട് നമുക്ക് ഇനി വേറെ ക്ലാസിന്റെ ആവശ്യമില്ല. നമുക്ക് ഇനി മുമ്പോട്ടേക്ക് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലവും നമ്മൾ ഇനി മുമ്പോട്ടേക്ക് എങ്ങനെയാണോ അതാണ് ഇതിന്റെ മെയിൻ. ഇനി മുമ്പോട്ടേക്ക് ഞങ്ങൾ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതുപോലെ ഉണ്ടാവും. ഇവിടുന്ന് തരാനുള്ളതിന്റെ 100% തന്നു എന്നാണ് എന്റെ ആ ഒരു. നിങ്ങൾ തന്നിരുന്ന ബോർഡ് ഇതിന് മുന്നേ ആരെങ്കിലും കളിച്ച ബോർഡായിരുന്നു? ഫ്രഷ് ബോർഡ്. ആ ബോർഡൊക്കെ എവിടെയാണപ്പോ? ഓക്കെ, പാക്കറ്റാക്കി വെച്ചിട്ടുണ്ട്, കൊണ്ടുപോകാൻ വേണ്ടി. ഓക്കെ, എല്ലാവരും ബോർഡ് നോക്കിക്കാണെങ്കിൽ ഓക്കെ എല്ലാ ബോർഡുകളും ഉണ്ട്. അതൊക്കെ എന്നിട്ടുണ്ട്. ഡോളർ ബോർഡുകളും ഉണ്ട്, ഫ്ലോർ ബോർഡുകളുണ്ട്.
രണ്ടും കൊണ്ട് എന്തിനാ തന്നിട്ടിരിക്കുന്നറിയോ? എന്താ അതിൽ പ്രാക്ടീസ് ചെയ്യണം. വീണ്ടും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട്. അതായത് കാരണം നിങ്ങൾ 15 Pro വരെയുള്ള സാധനങ്ങൾ അതിലുണ്ട്. നിങ്ങൾ ചെന്നിരുന്നോടെ തന്നെ 50 Pro ലെവലിലുള്ള വർക്ക് നിങ്ങൾക്ക് വന്നോളുന്നില്ല അല്ലേ? അപ്പൊ ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ ടെക്നീഷ്യന്മാരായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ മാത്സിൽ നമ്മൾ കഴിയുന്നത് കഷ്ടങ്ങൾ പോകും. ഓക്കെ, അത് വരാതിരിക്കാൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ വർക്ക് ചെയ്ത് ആ ബോർഡുകൾ കംപ്ലീറ്റ് നിങ്ങളുടെ കയ്യിൽ തന്നെ തന്നുപിടിച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ആ ബോർഡുകളില് അതായത് നിങ്ങൾക്ക് ഓൺ ബോർഡുകൾ തന്നിരിക്കുന്ന വർക്കിംഗ് ബോർഡ് തന്നിരിക്കുന്നതിലൊക്കെ ഐസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ കഴിയും അല്ലേ? ഓക്കെ, പിന്നെ നെക്സ്റ്റ് വേറെ എന്നാ പറയാം. നമ്മളെ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മള് ഇതൊന്നും കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല, വന്നിട്ടില്ലെങ്കിൽ ഇതൊന്നും കാണാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല. അവസരം ഉണ്ടാവില്ല. എന്താന്ന് പറഞ്ഞാല് 15 ബോർഡ് പ്രോന്റെ ബോർഡ് സക്സസ് ആയി എന്നൊക്കെ പറഞ്ഞു നേരിട്ട് നോക്കുമ്പോ ചെറിയ കാര്യമല്ല. ഒരു ടെക്നീഷ്യൻ എന്നുള്ള ലെവലിൽ ഇപ്പൊ ഒരു അഭിമാനം തോന്നുന്നു. തോന്നുന്നുണ്ട്. എന്താ വെച്ചാല് ഞങ്ങള് ഇവിടെ വരുന്ന സമയത്ത് ഞാനിപ്പോ ഏകദേശം കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുണ്ട്. അപ്പൊ ഇതുവരെ ഞങ്ങൾ ചെയ്യുന്നുള്ളത് ഞങ്ങൾ ഒന്നും അറിയാണ്ടല്ല അവിടെ നിന്നുണ്ടായിരുന്നത്. അവിടെയും കുറച്ചൊക്കെ അറിഞ്ഞിട്ടാണ് അവിടെയും വർക്ക് ചെയ്തുകൊണ്ടായിരുന്നത്. ഇപ്പൊ ഇവിടെ വന്നിരുന്നില്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു ലെവലിലെത്തില്ല. പക്ഷേ ഈ 15 Pro നമുക്ക് ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ഫിറ്റ് ചെയ്തുകൊണ്ട് ഇനി ഷോപ്പിൽ പോയിട്ട് 15 Pro ധൈര്യമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ധൈര്യമായിട്ട് വർക്ക് ചെയ്യാം. 14 Pro വലിയ സീരീസ് ഇനി വരാൻ പോകുന്ന സീരീസിൽ ഞങ്ങൾക്ക് ട്രൈ ചെയ്യാനുള്ള ഒരു അറിവ് ഇതിൽ കിട്ടുന്നുണ്ട്. ഇതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഞാൻ ചെയ്യുന്ന വർക്കിന് ലിമിറ്റ് ഉണ്ട്. പക്ഷെ ഇത്രയും എന്നെ കൊണ്ട് പറ്റുള്ളൂ. കാരണം ഞാൻ പഠിച്ചിരുന്നത് അതുവരെയാണ്. ഞാൻ അന്ന് പഠിച്ചത് എവിടെയാണോ അവിടെ തന്നെയാണുള്ളത്. ഞങ്ങൾക്ക് അതിന് മുകളിൽ പോകാൻ പറ്റിയില്ല. അപ്പോ അത് ഇവിടെ നിന്നാണ് കിട്ടുന്നത്. ഞാൻ ഇതുവരെ 5 വർഷം ഷോപ്പിൽ സെറ്റ് വരുന്നുണ്ട്, ഞങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ഞങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട് അവിടെ. ആ ലിമിറ്റ് ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ ലിമിറ്റ് ഇല്ലാന്ന് നിൽക്കുക. ഇനി ഏത് ഫോൺ വന്നു കഴിഞ്ഞാലും ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് അല്ലെ, അതിനുള്ള ബേസ് ആയി കഴിയും അല്ലെ. ഈ ഇത് എന്നിട്ട് ഇനി എത്ര പേരത്തിലേക്ക് നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റും. ആ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഷിഖ് സാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ എല്ലാരും ഹാപ്പിയാണ് അല്ലെ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.